യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, മഹനായിയും ചാനലിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ന്യായാധിപന്മാരുടെ ഗ്രന്ഥം 5-ാം അധ്യായമാണ്. ഇതിൽ നിന്നും 165 ചോദ്യോത്തരങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം. ചോദ്യം 1. ന്യായാധിപന്മാരുടെ ഗ്രന്ഥം 5-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 31 വാക്യങ്ങൾ. ന്യായാധിപന്മാരുടെ ഗ്രന്ഥം 5-ാം അധ്യായത്തിൽ ആകെ 31 വാക്യങ്ങളാണുള്ളത്. അടുത്ത ചോദ്യം, ന്യായാധിപന്മാരുടെ ഗ്രന്ഥം 5-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട്? ഉത്തരം 1 ശീർഷകം. ദബോറയുടെ കീർത്തനം എന്ന ഒരു ശീർഷകമാണ് ന്യായാധിപന്മാരുടെ ഗ്രന്ഥം 5-ാം അധ്യായത്തിലുള്ളത്. ന്യായാധിപന്മാർ 5:1. അന്നു ദെബോറയും അബിനോവാമിന്റെ പുത്രൻ ബാറക്കും ഇങ്ങനെ പാടി. അന്ന് ദെബോറയും അബിനോവാമിന്റെ പുത്രൻ ബാരക്കും ഇങ്ങനെ പാടി. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യമാണിത്. ചോദ്യം 3. ദെബോറയും അബിനോവാമിന്റെ പുത്രൻ ബാറക്കും കീർത്തനം പാടിയത് എന്നാണ്? ഉത്തരം കാനാൻ രാജാവായ യാബിനെ ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് കീഴ്പ്പെടുത്തിയ ദിവസം. കാനാൻ രാജാവായ യാബിനെ ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് കീഴ്പ്പെടുത്തിയ ദിവസമാണ് ദെബോറയും അബിനോവാമിന്റെ പുത്രൻ ബാറക്കും പാടിയത്. ചോദ്യം 4. കാനാൻ രാജാവായ യാബിനെ ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് കീഴ്പ്പെടുത്തിയ ദിവസം കീർത്തനം പാടിയത് ആരൊക്കെയാണ്? ഉത്തരം ദെബോറയും അബിനോവാമിന്റെ പുത്രൻ ബാറക്കും. ദെബോറയും അബിനോവാമിന്റെ പുത്രൻ ബാറക്കും കാനാൻ രാജാവായ യാബിനെ ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് കീഴ്പ്പെടുത്തിയ ദിവസം കീർത്തനം പാടി. ന്യായാധിപന്മാർ 5:2. നേതാക്കന്മാർ ഇസ്രായേലിനെ നയിച്ചതിനും ജനം സന്തോഷത്തോടെ തങ്ങളെ തന്നെ സമർപ്പിച്ചതിനും കർത്താവിനെ വാഴ്ത്തുവിൻ. നേതാക്കന്മാർ ഇസ്രായേലിനെ നയിച്ചതിനും ജനം സന്തോഷത്തോടെ തങ്ങളെ തന്നെ സമർപ്പിച്ചതിനും കർത്താവിനെ വാഴ്ത്തുവിൻ. ന്യായാധിപന്മാർ 5:2. ന്യായാധിപന്മാർ 5:2 എന്തിനൊക്കെ വേണ്ടി കർത്താവിനെ വാഴ്ത്തുവിൻ എന്നാണ് പറയുന്നത്? ഉത്തരം നേതാക്കന്മാർ ഇസ്രായേലിനെ നയിച്ചതിനും ജനം സന്തോഷത്തോടെ തങ്ങളെ തന്നെ സമർപ്പിച്ചതിനും. നേതാക്കന്മാർ ഇസ്രായേലിനെ നയിച്ചതിനും ജനം സന്തോഷത്തോടെ തങ്ങളെ തന്നെ സമർപ്പിച്ചതിനും കർത്താവിനെ വാഴ്ത്തുവിൻ. ന്യായാധിപന്മാർ 5:2 പ്രകാരം ആരാണ് ഇസ്രായേലിനെ നയിച്ചത്? ഉത്തരം നേതാക്കന്മാർ. നേതാക്കന്മാരാണ് ഇസ്രായേലിനെ നയിച്ചത്. ചോദ്യം 7. ന്യായാധിപന്മാർ 5:2 പ്രകാരം ആരാണ് സന്തോഷത്തോടെ തങ്ങളെ തന്നെ സമർപ്പിച്ചത്? ഉത്തരം ജനം. ജനം സന്തോഷത്തോടെ തങ്ങളെ തന്നെ സമർപ്പിച്ചു. ചോദ്യം 8. ന്യായാധിപന്മാർ 5:2 പ്രകാരം ജനം എങ്ങനെയാണ് തങ്ങളെ തന്നെ സമർപ്പിച്ചത്? ഉത്തരം സന്തോഷത്തോടെ. ചോദ്യം 9. നേതാക്കന്മാർ ഇസ്രായേലിനെ നയിച്ചതിനും ജനം സന്തോഷത്തോടെ തങ്ങളെ തന്നെ സമർപ്പിച്ചതിനും എന്ത് ചെയ്യണമെന്നാണ് ന്യായാധിപന്മാർ 5:2 പറയുന്നത്? ഉത്തരം കർത്താവിനെ വാഴ്ത്തുവിൻ. ന്യായാധിപന്മാർ 5:3. രാജാക്കന്മാരെ കേൾക്കുവിൻ, പ്രഭുക്കന്മാരെ ശ്രദ്ധിക്കുവിൻ. കർത്താവിന് ഞാൻ കീർത്തനം പാടും. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ ഞാൻ പാടി പുകഴ്ത്തും. രാജാക്കന്മാരെ കേൾക്കുവിൻ, പ്രഭുക്കന്മാരെ ശ്രദ്ധിക്കുവിൻ. അധ്യായവും വാക്യവും ഏതാണ്? ഉത്തരം ന്യായാധിപന്മാർ 5:3. ചോദ്യം 11. രാജാക്കന്മാരോട് എന്ത് ചെയ്യുക എന്നാണ് ദെബോറയുടെയും ബാറക്കിന്റെയും കീർത്തനത്തിൽ ആഹ്വാനം ചെയ്യുന്നത്? ഉത്തരം കേൾക്കുവിൻ. രാജാക്കന്മാരെ കേൾക്കുവിൻ എന്നാണ് ദെബോറയുടെയും ബാറക്കിന്റെയും കീർത്തനത്തിൽ ആഹ്വാനം ചെയ്യുന്നത്. ചോദ്യം 12. ആരോടാണ് ശ്രദ്ധിക്കുവിൻ എന്ന് ദെബോറയുടെയും ബാറക്കിന്റെയും കീർത്തനത്തിൽ ആഹ്വാനം ചെയ്യുന്നത്? ഉത്തരം പ്രഭുക്കന്മാരോട്. പ്രഭുക്കന്മാരോടാണ് ശ്രദ്ധിക്കുവിൻ എന്ന് ദെബോറയുടെയും ബാറക്കിന്റെയും കീർത്തനത്തിൽ ആഹ്വാനം ചെയ്യുന്നത്. ആർക്ക് കീർത്തനം പാടും എന്നാണ് ന്യായാധിപന്മാർ 5:3 പറയുന്നത്? ഉത്തരം കർത്താവിന്. കർത്താവിന് കീർത്തനം പാടും. ചോദ്യം 14. ഞാൻ ആരെ പാടി പുകഴ്ത്തുമെന്നാണ് ന്യായാധിപന്മാർ 5:3 പറയുന്നത്? ഉത്തരം ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ ഞാൻ പാടി പുകഴ്ത്തും. ന്യായാധിപന്മാർ 5-ാം അധ്യായം 4-5 വാക്യങ്ങൾ.
കർത്താവെ, അങ്ങ് സേരിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഏദോം പ്രദേശത്തു നിന്ന് മുൻപോട്ട് നീങ്ങിയപ്പോൾ ഭൂമി കുലുങ്ങി. ആകാശമേഘങ്ങൾ ജലം വർഷിച്ചു. പർവ്വതങ്ങൾ കർത്തൃസന്നിധിയിൽ വിറപൂണ്ടു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ സീനായി മല കുലുങ്ങി. ന്യായാധിപന്മാർ 5:4-5 വാക്യങ്ങൾ. ന്യായാധിപന്മാർ 5:4 കർത്താവ് എവിടെ നിന്നു പുറപ്പെട്ടു എന്നാണ് പറയുന്നത്. ഉത്തരം സെയിരിൽ നിന്ന്. കർത്താവ് സെയിരിൽ നിന്ന് പുറപ്പെട്ടു. കർത്താവ് സെയിരിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ഉത്തരം ഭൂമി കുലുങ്ങി. കർത്താവ് സെയിരിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഭൂമി കുലുങ്ങി. കർത്താവ് എവിടെ നിന്നാണ് മുൻപോട്ട് നീങ്ങിയത്? ഉത്തരം ഏദോം പ്രദേശത്ത് നിന്ന്. കർത്താവ് ഏദോം പ്രദേശത്ത് നിന്നാണ് മുൻപോട്ട് നീങ്ങിയത്. എപ്പോഴാണ് ഭൂമി കുലുങ്ങിയത്? കർത്താവ് സെയിരിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഏദോം പ്രദേശത്ത് നിന്ന് മുൻപോട്ട് നീങ്ങിയപ്പോൾ. ചോദ്യം 19. ആകാശമേഘങ്ങൾ ജലം വർഷിച്ചത് എപ്പോഴാണ്? ഉത്തരം ഭൂമി കുലുങ്ങിയപ്പോൾ. കർത്താവ് സെയിരിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഏദോം പ്രദേശത്തു നിന്നും മുൻപോട്ട് നീങ്ങിയപ്പോൾ ഭൂമി കുലുങ്ങി. അപ്പോഴാണ് ആകാശമേഘങ്ങൾ ജലം വർഷിച്ചത്. ന്യായാധിപന്മാർ 5:4 കർത്താവ് എവിടെ നിന്നും മുൻപോട്ട് നീങ്ങിയപ്പോൾ ഭൂമി കുലുങ്ങി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉത്തരം ഏദോം പ്രദേശത്ത് നിന്ന്. എന്താണ് ജലം വർഷിച്ചത്? ഉത്തരം ആകാശമേഘങ്ങൾ. ന്യായാധിപന്മാർ 5:5. കർത്താവ് സെയിരിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഏദോം പ്രദേശത്തു നിന്ന് മുൻപോട്ട് നീങ്ങിയപ്പോൾ പർവ്വതങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ഉത്തരം കർത്തൃസന്നിധിയിൽ വിറപൂണ്ടു. പർവ്വതങ്ങൾ കർത്തൃസന്നിധിയിൽ വിറപൂണ്ടു. പർവ്വതങ്ങൾ ആരുടെ സന്നിധിയിലാണ് വിറപൂണ്ടത്? ഉത്തരം കർത്തൃസന്നിധിയിൽ. പർവ്വതങ്ങൾ കർത്തൃസന്നിധിയിൽ വിറപൂണ്ടു. സീനായ് മലയ്ക്ക് എന്ത് സംഭവിച്ചു? ഉത്തരം ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ സീനായ് മല കുലുങ്ങി. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ സീനായ് മല കുലുങ്ങി. ന്യായാധിപന്മാർ 5:5 സീനായ് മല ആരുടെ സന്നിധിയിൽ കുലുങ്ങി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ. ചോദ്യം 26. കർത്താവ് സെയിരിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഏദോം പ്രദേശത്ത് നിന്ന് മുൻപോട്ട് നീങ്ങിയപ്പോൾ എന്തെല്ലാം സംഭവിച്ചു എന്നാണ് ന്യായാധിപന്മാർ 5-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉത്തരം ഭൂമി കുലുങ്ങി. ആകാശമേഘങ്ങൾ ജലം വർഷിച്ചു. പർവ്വതങ്ങൾ കർത്തൃസന്നിധിയിൽ വിറപൂണ്ടു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ സീനായ് മല കുലുങ്ങി. ഉത്തരം ഒരിക്കൽ കൂടി. ഭൂമി കുലുങ്ങി. ആകാശമേഘങ്ങൾ ജലം വർഷിച്ചു. പർവ്വതങ്ങൾ കർത്തൃസന്നിധിയിൽ വിറപൂണ്ടു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ സീനായ് മല കുലുങ്ങി. ചോദ്യം 27. കർത്താവ് സെയിരിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഏദോം പ്രദേശത്ത് നിന്ന് മുൻപോട്ട് നീങ്ങിയപ്പോൾ എത്ര കാര്യങ്ങൾ സംഭവിച്ചു എന്നാണ് ന്യായാധിപന്മാർ 5-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം 4 കാര്യങ്ങൾ. ന്യായാധിപന്മാർ 5:6 അനാത്തിന്റെ മകൻ ശങ്കാറിന്റെ കാലത്തും ജായലിന്റെ കാലത്തും സഞ്ചാരികളുടെ പോക്ക് നിലച്ചു. യാത്രക്കാർ ഊടുവഴികൾ തേടി. 28-ാമത്തെ ചോദ്യം. ആരുടെയൊക്കെ കാലത്താണ് സഞ്ചാരികളുടെ പോക്ക് നിലച്ചത്? ഉത്തരം അനാത്തിന്റെ മകൻ ശങ്കാറിന്റെ കാലത്തും ജായേലിന്റെ കാലത്തും. അനാത്തിന്റെ മകൻ ശങ്കാറിന്റെ കാലത്തും ജായേലിന്റെ കാലത്തും സഞ്ചാരികളുടെ പോക്ക് നിലച്ചു. ശങ്കാർ ആരുടെ മകനാണ്? ഉത്തരം അനാത്തിന്റെ മകൻ. ചോദ്യം 30. അനാത്തിന്റെ മകന്റെ പേരെന്ത്? ഉത്തരം ശങ്കാർ. അനാത്തിന്റെ മകൻ ശങ്കാറിന്റെ കാലത്തും ജായേലിന്റെ കാലത്തും ആരാണ് ഊടുവഴികൾ തേടിയത്? ഉത്തരം യാത്രക്കാർ. ആരുടെ കാലത്താണ് യാത്രക്കാർ ഊടുവഴികൾ തേടിയത്? ഉത്തരം അനാത്തിന്റെ മകൻ ശങ്കാറിന്റെ കാലത്തും ജായേലിന്റെ കാലത്തും. അനാത്തിന്റെ മകൻ ശങ്കാറിന്റെ കാലത്തും ജായേലിന്റെ കാലത്തും യാത്രക്കാർ ഊടുവഴികൾ തേടി. ചോദ്യം 33. ന്യായാധിപന്മാർ 5:6 അനുസരിച്ച് അനാത്തിന്റെ മകൻ ശങ്കാറിന്റെ കാലത്തും ജായേലിന്റെ കാലത്തും എന്താണ് സംഭവിച്ചത്? ഉത്തരം
സഞ്ചാരികളുടെ പോക്ക് നിലച്ചു, യാത്രക്കാർ ഊടുവഴികൾ തേടി. സഞ്ചാരികളുടെ പോക്ക് നിലച്ചു, യാത്രക്കാർ ഊടുവഴികൾ തേടി. ന്യായാധിപന്മാർ 5:7. ദെബോര, നീ ഇസ്രായേലിൽ മാതാവായി തീരും വരെ അവിടെ കൃഷിവലർ അറ്റുപോയിരുന്നു. ന്യായാധിപന്മാർ 5:7 പ്രകാരം ഇസ്രായേലിൽ മാതാവായി തീർന്നതാരാണ്? ഉത്തരം ദബോറ. ദബോറ ഇസ്രായേലിൽ മാതാവായി തീർന്നു. ദബോറ പ്രവാചിക. ചോദ്യം 35. ദബോറ ഇസ്രായേലിൽ മാതാവായി തീരും വരെ അവിടെ ആരാണ് അറ്റുപോയിരുന്നത്? ഉത്തരം കൃഷിവലർ. കൃഷിവലർ അവിടെ അറ്റുപോയിരുന്നു. ചോദ്യം 36. കൃഷിവലർ ഇസ്രായേലിൽ ഏതുവരെയാണ് അറ്റുപോയിരുന്നത്? ഉത്തരം ദെബോറ ഇസ്രായേലിൽ മാതാവായി തീരും വരെ. ദെബോറ ഇസ്രായേലിൽ മാതാവായി തീരും വരെ കൃഷിവലർ ഇസ്രായേലിൽ അറ്റുപോയിരുന്നു. ദെബോറ ഇസ്രായേലിൽ മാതാവായി തീരും വരെ അവിടെ എന്താണ് സംഭവിച്ചത്? ഉത്തരം കൃഷിവലർ അറ്റുപോയിരുന്നു. ന്യായാധിപന്മാർ 5:7. കൃഷിവലർ അറ്റുപോയിരുന്നു. ന്യായാധിപന്മാർ 5:8. പുതുദേവന്മാരെ പുണർന്നപ്പോൾ യുദ്ധം കവാടങ്ങളിലെത്തി. ഇസ്രായേലിലെ 40,000-നിടയിൽ കുന്തമോ പരിചയോ കാണാനുണ്ടായിരുന്നോ? ന്യായാധിപന്മാർ 5:8. എപ്പോഴാണ് യുദ്ധം കവാടങ്ങളിലെത്തിയത്? ഉത്തരം പുതുദേവന്മാരെ പുണർന്നപ്പോൾ. പുതുദേവന്മാരെ പുണർന്നപ്പോൾ യുദ്ധം കവാടങ്ങളിലെത്തി. ചോദ്യം 39. പുതുദേവന്മാരെ പുണർന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഉത്തരം യുദ്ധം കവാടങ്ങളിലെത്തി. ഇസ്രായേലിലെ 40,000-നിടയിൽ എന്ത് കാണാനുണ്ടായിരുന്നു എന്നാണ് ന്യായാധിപന്മാർ 5:8 ചോദിക്കുന്നത്. ഉത്തരം കുന്തമോ പരിചയോ. ഇസ്രായേലിലെ 40,000-നിടയിൽ കുന്തമോ പരിചയോ കാണാനുണ്ടായിരുന്നു. കുന്തമോ പരിചയോ എവിടെ കാണാനുണ്ടായിരുന്നോ എന്നാണ് ന്യായാധിപന്മാർ 5:8 ചോദിക്കുന്നത്. ഉത്തരം ഇസ്രായേലിലെ 40,000-നിടയിൽ. ന്യായാധിപന്മാർ 5:9. എന്റെ ഹൃദയം ഇസ്രായേലിലെ സേനാപതികളിലേക്ക് തിരിയുന്നു. അവർ സസന്തോഷം തങ്ങളെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചല്ലോ. കർത്താവിനെ വാഴ്ത്തുവിൻ. ന്യായാധിപന്മാർ 5:9. എന്റെ ഹൃദയം ആരിലേക്ക് തിരിയുന്നു എന്നാണ് 5:9 പറയുന്നത്? ഉത്തരം ഇസ്രായേലിലെ സേനാപതികളിലേക്ക്. എന്റെ ഹൃദയം ഇസ്രായേലിലെ സേനാപതികളിലേക്ക് തിരിയുന്നു. സസന്തോഷം തങ്ങളെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചത് ആരാണ്? ഉത്തരം ഇസ്രായേലിലെ സേനാപതികൾ. ഇസ്രായേലിലെ സേനാപതികൾ സസന്തോഷം തങ്ങളെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചു. ഇസ്രായേലിലെ സേനാപതികൾ എപ്രകാരമാണ് തങ്ങളെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചത്? ഉത്തരം സസന്തോഷം. ചോദ്യം. ഇസ്രായേലിലെ സേനാപതികൾ സസന്തോഷം തങ്ങളെ തന്നെ ആർക്ക് വേണ്ടിയാണ് സമർപ്പിച്ചത്? ഉത്തരം ജനങ്ങൾക്ക് വേണ്ടി. ചോദ്യം 46. ആരെ വാഴ്ത്തുവിൻ എന്നാണ് ന്യായാധിപന്മാർ 5:9 പറയുന്നത്? ഉത്തരം കർത്താവിനെ വാഴ്ത്തുവിൻ. ന്യായാധിപന്മാർ 5:10. ചെങ്കഴുതപ്പുറത്ത് സവാരി ചെയ്യുന്നവരെ, മേൽത്തരം പരവതാനികളിൽ ഇരിക്കുന്നവരെ, പാതകളിൽ നടന്നു നീങ്ങുന്നവരെ, നിങ്ങൾ ഇക്കാര്യം ഉദ്ഘോഷിക്കുവിൻ. ന്യായാധിപന്മാർ 5:10. ആരോടൊക്കെയാണ് ഇക്കാര്യങ്ങൾ ഉദ്ഘോഷിക്കുവാൻ ന്യായാധിപന്മാർ 5:10 ആവശ്യപ്പെടുന്നത്? ഉത്തരം ചെങ്കഴുതപ്പുറത്ത് സവാരി ചെയ്യുന്നവർ, മേൽത്തരം പരവതാനികളിൽ ഇരിക്കുന്നവർ, പാതകളിൽ നടന്നു നീങ്ങുന്നവർ എന്നിവരോട്. ചെങ്കഴുതപ്പുറത്ത് സവാരി ചെയ്യുന്നവർ, മേൽത്തരം പരവതാനികളിൽ ഇരിക്കുന്നവർ, പാതകളിൽ നടന്നു നീങ്ങുന്നവർ എന്നിവരോടാണ് ഇക്കാര്യങ്ങൾ ഉദ്ഘോഷിക്കുവാൻ ആവശ്യപ്പെടുന്നത്. ചോദ്യം 48. എത്ര തരം ആളുകളോടാണ് നിങ്ങൾ ഇക്കാര്യങ്ങൾ ഉദ്ഘോഷിക്കുവിൻ എന്ന് ന്യായാധിപൻ 5:10 ആവശ്യപ്പെടുന്നത്? ഉത്തരം 3 തരം ആൾക്കാരോട്. ന്യായാധിപന്മാർ 5:10 പരാമർശിക്കപ്പെടുന്ന 3 തരം ആൾക്കാരിൽ ആദ്യം ആരെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം ചെങ്കഴുതപ്പുറത്ത് സവാരി ചെയ്യുന്നവരെ കുറിച്ച്. ന്യായാധിപന്മാർ 5:10 പരാമർശിക്കപ്പെടുന്ന 3 തരം ആൾക്കാരിൽ രണ്ടാമത് ആരെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം മേൽത്തരം പരവതാനികളിൽ ഇരിക്കുന്നവരെ കുറിച്ച്. മേൽത്തരം പരവതാനികളിൽ ഇരിക്കുന്നവരെ കുറിച്ചാണ്
രണ്ടാമത് പറയുന്നത്. ന്യായാധിപന്മാർ 5:10 പരാമർശിക്കപ്പെടുന്ന 3 തരം ആൾക്കാരിൽ മൂന്നാമത് ആരെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം പാതകളിൽ നടന്നു നീങ്ങുന്നവരെ കുറിച്ച്. ചോദ്യം 52. ചെങ്കഴുതപ്പുറത്ത് സവാരി ചെയ്യുന്നവരും മേൽത്തരം പരവതാനികളിൽ ഇരിക്കുന്നവരും പാതകളിൽ നടന്നു നീങ്ങുന്നവരും എന്ത് ചെയ്യണമെന്നാണ് ന്യായാധിപൻ 5:10 ആവശ്യപ്പെടുന്നത്? ഉത്തരം നിങ്ങൾ ഇക്കാര്യം ഉദ്ഘോഷിക്കുവിൻ. നിങ്ങൾ എന്ന് പറയുന്നത് ചെങ്കഴുതപ്പുറത്ത് സവാരി ചെയ്യുന്നവർ, മേൽത്തരം പരവതാനികളിൽ ഇരിക്കുന്നവർ, പാതകളിൽ നടന്നു നീങ്ങുന്നവർ. ന്യായാധിപന്മാർ 5:11 തേക്കുപാട്ടോട് ചേർന്ന് അവർ കർത്താവിന്റെ വിജയം പ്രഘോഷിക്കുന്നു. ഇസ്രായേലിലെ കൃഷിവലന്മാരുടെ വിജയം. കർത്താവിന്റെ ജനം പട്ടണവാതിൽക്കലേക്ക് അണിയണിയായി നീങ്ങി. ന്യായാധിപന്മാർ 5:11. ചോദ്യം 53. അവർ എന്തിനോട് ചേർന്നാണ് കർത്താവിന്റെ വിജയം പ്രഘോഷിക്കുന്നത്? ഉത്തരം തേക്കുപാട്ടോട് ചേർന്ന്. തേക്കുപാട്ടോട് ചേർന്നാണ് അവർ കർത്താവിന്റെ വിജയം പ്രഘോഷിക്കുന്നത്. കർത്താവിന്റെ വിജയം മറ്റാരുടെ വിജയമാണെന്നാണ് 5:11 സൂചിപ്പിക്കുന്നത്? ഉത്തരം ഇസ്രായേലിലെ കൃഷിവലന്മാരുടെ വിജയം. കർത്താവിന്റെ വിജയം ഇസ്രായേലിലെ കൃഷിവലന്മാരുടെ വിജയം കൂടിയാണ്. കർത്താവിന്റെ വിജയം എവിടുത്തെ കൃഷിവലന്മാരുടെ വിജയമാണ്? ഉത്തരം ഇസ്രായേലിലെ കൃഷിവലന്മാരുടെ. ആരാണ് പട്ടണവാതിൽക്കലേക്ക് അണിയണിയായി നീങ്ങിയത്? ഉത്തരം കർത്താവിന്റെ ജനം. കർത്താവിന്റെ ജനമാണ് പട്ടണവാതിൽക്കലേക്ക് അണിയണിയായി നീങ്ങിയത്. എങ്ങനെയാണ് കർത്താവിന്റെ ജനം പട്ടണവാതിൽക്കലേക്ക് നീങ്ങിയത്? ഉത്തരം അണിയണിയായി. കർത്താവിന്റെ ജനം അണിയണിയായാണ് പട്ടണവാതിൽക്കലേക്ക് നീങ്ങിയത്. ചോദ്യം 58. കർത്താവിന്റെ ജനം അണിയണിയായി എങ്ങോട്ടാണ് നീങ്ങിയത്? ഉത്തരം പട്ടണവാതിൽക്കലേക്ക്. ന്യായാധിപന്മാർ 5:12 ഉണരൂ ദെബോറ ഉണരൂ, ഗാനമാലപിക്കൂ. അബിനോവാവിന്റെ മകനായ ബാരക്ക് എഴുന്നേറ്റ് തടവുകാരെ നയിക്കുക. ശ്രേഷ്ഠന്മാരിൽ ശേഷിച്ചവർ താഴേക്ക് അണിയണിയായി നീങ്ങി. ന്യായാധിപന്മാർ 5:12. അടുത്ത ചോദ്യം. ആരോടാണ് ഉണരൂ ഗാനമാലപിക്കൂ എന്ന് 5:12 ആവശ്യപ്പെടുന്നത്? ഉത്തരം ദെബോറയോട്. ചോദ്യം 60. ആരോടാണ് എഴുന്നേറ്റ് തടവുകാരെ നയിക്കുക എന്ന് ആവശ്യപ്പെടുന്നത്? ഉത്തരം അബിനോവാമിന്റെ മകനായ ബാറക്കിനോട്. അബിനോവാമിന്റെ മകനായ ബാറക്കിനോടാണ് എഴുന്നേറ്റ് തടവുകാരെ നയിക്കുക എന്ന് ആവശ്യപ്പെടുന്നത്. അടുത്ത ചോദ്യം. ന്യായാധിപന്മാർ 5:12 ആരാണ് അണിയണിയായി നീങ്ങിയത്? ഉത്തരം ശ്രേഷ്ഠന്മാരിൽ ശേഷിച്ചവർ. ശ്രേഷ്ഠന്മാരിൽ ശേഷിച്ചവർ എങ്ങോട്ടാണ് അണിയണിയായി നീങ്ങിയത്? ഉത്തരം താഴേക്ക്. ശ്രേഷ്ഠന്മാരിൽ ശേഷിച്ചവർ അണിയണിയായി താഴേക്കാണ് നീങ്ങിയത്. ന്യായാധിപന്മാർ 5:13 കർത്താവിന്റെ ജനം ശക്തന്മാർക്കെതിരെ അണിയായി ഇറങ്ങി വന്നു. കർത്താവിന്റെ ജനം ശക്തന്മാർക്കെതിരെ അണിയായി ഇറങ്ങി വന്നു. ന്യായാധിപന്മാർ 5:13. അടുത്ത ചോദ്യം. ന്യായാധിപന്മാർ 5:13 ആർക്കെതിരെയാണ് കർത്താവിന്റെ ജനം അണിയായി ഇറങ്ങി വന്നത്? ഉത്തരം ശക്തന്മാർക്കെതിരെ. ശക്തന്മാർക്കെതിരെ കർത്താവിന്റെ ജനം എങ്ങനെയാണ് ഇറങ്ങി വന്നത്? ഉത്തരം അണിയായി. ശക്തന്മാർക്കെതിരെ കർത്താവിന്റെ ജനം അണിയായി ഇറങ്ങി വന്നു. ന്യായാധിപന്മാർ 5:13 ആർക്കെതിരെ അണിയായി ഇറങ്ങി വന്നു എന്നാണ് പറയുന്നത്? ഉത്തരം കർത്താവിന്റെ ജനം ശക്തന്മാർക്കെതിരെ. കർത്താവിന്റെ ജനം ശക്തന്മാർക്കെതിരെ അണിയായി ഇറങ്ങി വന്നു. ന്യായാധിപന്മാർ 5:14 ബെഞ്ചമിൻ നിന്നെയും നിന്റെ ബന്ധുക്കളെയും അനുഗമിച്ച് അവർ എഫ്രായിമിൽ നിന്ന് താഴ്വരയിലേക്ക് പുറപ്പെട്ടു. മാഖീറിൽ നിന്ന് സേനാപതികളും സെബുലൂണിൽ നിന്ന് സൈന്യാധിപന്റെ ദണ്ഡ് വഹിച്ചവരും താഴേക്ക് അണിയായി നീങ്ങി. ന്യായാധിപന്മാർ 5:14 പ്രകാരം ആരെ അനുഗമിച്ചാണ് കർത്താവിന്റെ ജനം എഫ്രായിമിൽ നിന്ന് താഴ്വരയിലേക്ക് പുറപ്പെട്ടത്? ഉത്തരം ബെഞ്ചമിനെയും ബെഞ്ചമിന്റെ ബന്ധുക്കളെയും അനുഗമിച്ച്. ബെഞ്ചമിനെയും ബെഞ്ചമിന്റെ ബന്ധുക്കളെയും അനുഗമിച്ചാണ് കർത്താവിന്റെ ജനം എഫ്രായിമിൽ നിന്ന് താഴ്വരയിലേക്ക് പുറപ്പെട്ടത്. ബെഞ്ചമിൻ നിന്നെയും നിന്റെ ബന്ധുക്കളെയും അനുഗമിച്ച് അവർ എഫ്രായിമിൽ നിന്ന് താഴ്വരയിലേക്ക് പുറപ്പെട്ടു.
ന്യായാധിപന്മാർ 5:14 പറയുന്ന അവർ ആരാണ്? ഉത്തരം കർത്താവിന്റെ ജനം. കർത്താവിന്റെ ജനമാണ് 5:14 പറയുന്ന അവർ. അടുത്ത ചോദ്യം, കർത്താവിന്റെ ജനം ബെഞ്ചമിനെയും അവന്റെ ബന്ധുക്കളെയും അനുഗമിച്ച് എവിടെ നിന്ന് എവിടേക്കാണ് പുറപ്പെട്ടത്? ഉത്തരം എഫ്രായിമിൽ നിന്ന് താഴ്വരയിലേക്ക്. കർത്താവിന്റെ ജനം എഫ്രായിമിൽ നിന്ന് താഴ്വരയിലേക്കാണ് ബെഞ്ചമിനെയും അവന്റെ ബന്ധുക്കളെയും അനുഗമിച്ചു പുറപ്പെട്ടത്. സേനാപതികൾ എവിടെ നിന്നാണ് വന്നത്? ഉത്തരം മാഖീറിൽ നിന്ന്. സേനാപതികൾ മാഖീറിൽ നിന്നാണ് വന്നത്. മാഖീറിൽ നിന്ന് ആരാണ് വന്നത്? ഉത്തരം സേനാപതികൾ. സെബുലൂണിൽ നിന്ന് വന്നവർ ആരാണ്? ഉത്തരം സൈന്യാധിപന്റെ ദണ്ഡ് വഹിച്ചവർ. സെബുലൂണിൽ നിന്ന് വന്നവർ സൈന്യാധിപന്റെ ദണ്ഡ് വഹിച്ചവരാണ്. അടുത്ത ചോദ്യം, ആരാണ് സൈന്യാധിപന്റെ ദണ്ഡ് വഹിച്ചത്? ഉത്തരം സെബുലൂണിൽ നിന്ന് വന്നവർ. സെബുലൂണിൽ നിന്ന് വന്നവർ എന്താണ് വഹിച്ചത്? ഉത്തരം സൈന്യാധിപന്റെ ദണ്ഡ്. ന്യായാധിപന്മാർ 5:14 ആരൊക്കെയാണ് താഴേക്ക് അണിയായി നീങ്ങിയത്? ഉത്തരം മാഖീറിൽ നിന്ന് സേനാപതികളും സെബുലൂണിൽ നിന്ന് സൈന്യാധിപന്റെ ദണ്ഡ് വഹിച്ചവരും. മാഖീറിൽ നിന്ന് സേനാപതികളും സെബുലൂണിൽ നിന്ന് സൈന്യാധിപന്റെ ദണ്ഡ് വഹിച്ചവരുമാണ് അണിയണിയായി താഴേക്ക് നീങ്ങിയത്. അടുത്ത ചോദ്യം, ന്യായാധിപന്മാർ 5:14 ആരെയാണ് അഭിസംബോധന ചെയ്യുന്നത്? ഉത്തരം ബെഞ്ചമിനെ. ന്യായാധിപന്മാർ 5:14 പരാമർശിക്കുന്ന സ്ഥലം ഏത്? ഉത്തരം എഫ്രായിം. ചോദ്യം 77, ന്യായാധിപന്മാർ 5:14 എത്ര വ്യക്തികളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്? ഉത്തരം 3 വ്യക്തികൾ. ബെഞ്ചമിൻ, മാഖീർ, സെബുലൂൺ എന്നീ 3 പേരെ കുറിച്ച് ന്യായാധിപന്മാർ 5:14 പരാമർശിക്കുന്നുണ്ട്. ന്യായാധിപന്മാർ 5:15 ഇസാക്കറിന്റെ പ്രഭുക്കന്മാർ ദെബോറായോട് കൂടെ വന്നു. ഇസാക്കർ ബാറക്കിനോട് വിശ്വസ്തനായിരുന്നു. അവന്റെ കാലടികളെ പിന്തുടർന്ന് അവർ താഴ്വരയിലേക്ക് ഇരമ്പിപ്പാഞ്ഞു. റൂബൻ ഭവനങ്ങളിൽ ആഴത്തിൽ ഹൃദയപരിശോധന നടന്നു. ന്യായാധിപന്മാർ 5:15. ചോദ്യം 78, ന്യായാധിപന്മാർ 5:15 പ്രകാരം ആരാണ് ദെബോറായുടെ കൂടെ വന്നത്? ഉത്തരം ഇസാക്കറിന്റെ പ്രഭുക്കന്മാർ. ഇസാക്കറിന്റെ പ്രഭുക്കന്മാരാണ് ദെബോറായോട് കൂടെ വന്നത്. ന്യായാധിപന്മാർ 5:15 പ്രകാരം ഇസാക്കറിന്റെ പ്രഭുക്കന്മാർ ആരോടുകൂടെയാണ് വന്നത്? ഉത്തരം ദെബോറായോടുകൂടെ. അടുത്ത ചോദ്യം, ഇസാക്കർ ആരോട് വിശ്വസ്തനായിരുന്നു? ഉത്തരം ബാറക്കിനോട്. ഇസാക്കർ ബാറക്കിനോട് വിശ്വസ്തനായിരുന്നു. അടുത്ത ചോദ്യം, ന്യായാധിപന്മാർ 5:15 ബാറക്കിനോട് വിശ്വസ്തനായിരുന്നത് ആരാണ്? ഉത്തരം ഇസാക്കർ. അവന്റെ കാലടികളെ പിന്തുടർന്ന് അവർ താഴ്വരയിലേക്ക് ഇരമ്പിപ്പാഞ്ഞു. ആരുടെ കാലടികളെ പിന്തുടർന്നാണ് അവർ താഴ്വരയിലേക്ക് ഇരമ്പിപ്പാഞ്ഞത്? ഉത്തരം ബാറക്കിന്റെ. ബാറക്കിന്റെ കാലടികളെ പിന്തുടർന്നാണ് അവർ താഴ്വരയിലേക്ക് ഇരമ്പിപ്പാഞ്ഞത്. ചോദ്യം 84, അവന്റെ കാലടികളെ പിന്തുടർന്ന് അവർ താഴ്വരയിലേക്ക് ഇരമ്പിപ്പാഞ്ഞു. ബാറക്കിന്റെ കാലടികളെ പിന്തുടർന്ന് ആരാണ് താഴ്വരയിലേക്ക് ഇരമ്പിപ്പാഞ്ഞത്? ഉത്തരം ഇസാക്കറിന്റെ പ്രഭുക്കന്മാർ. ബാറക്കിന്റെ കാലടികളെ പിന്തുടർന്ന് ഇസാക്കറിന്റെ പ്രഭുക്കന്മാരാണ് താഴ്വരയിലേക്ക് ഇരമ്പിപ്പാഞ്ഞത്. ആരുടെ ഭവനങ്ങളിലാണ് ആഴത്തിൽ ഹൃദയപരിശോധന നടന്നത്? ഉത്തരം റൂബൻ ഭവനങ്ങളിൽ. റൂബൻ ഭവനങ്ങളിലാണ് ആഴത്തിൽ ഹൃദയപരിശോധന നടന്നത്. റൂബൻ ഭവനങ്ങളിൽ എന്താണ് നടന്നത്? ഉത്തരം ആഴത്തിൽ ഹൃദയപരിശോധന. റൂബൻ ഭവനങ്ങളിൽ ആഴത്തിൽ ഹൃദയപരിശോധന നടന്നു. ന്യായാധിപന്മാർ 5:15. ന്യായാധിപന്മാർ 5:16 ആട്ടിൻപറ്റങ്ങളുടെ ഇടയിൽ അവയ്ക്കുള്ള കുഴൽവിളി കേൾക്കാൻ നിങ്ങൾ തങ്ങിയതെന്ത്? റൂബൻ ഭവനങ്ങളിൽ ആഴത്തിൽ ഹൃദയപരിശോധന നടന്നു. ആട്ടിൻപറ്റങ്ങളുടെ ഇടയിൽ അവയ്ക്കുള്ള എന്ത് കേൾക്കാനാണ് നിങ്ങൾ തങ്ങിയതെന്നാണ് ന്യായാധിപന്മാർ 5:16 ചോദിക്കുന്നത്? ഉത്തരം അവയ്ക്കുള്ള കുഴൽവിളി.
ആർക്കുള്ള കുഴൽവിളി കേൾക്കാൻ നിങ്ങൾ എവിടെ തങ്ങി എന്നാണ് ന്യായാധിപന്മാർ 5:16 ചോദിക്കുന്നത്. ഉത്തരം: ആട്ടിൻപറ്റങ്ങളുടെ ഇടയിൽ അവയ്ക്കുള്ള കുഴൽവിളി. അതായത് ആട്ടിൻപറ്റങ്ങൾക്കുള്ള കുഴൽവിളി. ആട്ടിൻപറ്റങ്ങളുടെ ഇടയിൽ അവയ്ക്കുള്ള കുഴൽവിളി കേൾക്കാൻ നിങ്ങൾ എവിടെ തങ്ങി എന്നാണ് ന്യായാധിപന്മാർ 5:16 ചോദിക്കുന്നത്. ന്യായാധിപന്മാർ 5:16 ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഉത്തരം: ആട്ടിൻപറ്റങ്ങളുടെ ഇടയിൽ അവയ്ക്കുള്ള കുഴൽവിളി കേൾക്കാൻ നിങ്ങൾ തങ്ങിയതെന്ത്? ആട്ടിൻപറ്റങ്ങളുടെ ഇടയിൽ അവയ്ക്കുള്ള കുഴൽവിളി കേൾക്കാൻ നിങ്ങൾ തങ്ങിയതെന്ത്? ചോദ്യം 90. ന്യായാധിപന്മാർ 5:15 5:16 ആരുടെ ഭവനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം: റൂബൻ ഭവനങ്ങളെക്കുറിച്ച്. ന്യായാധിപന്മാർ 5:15 5:16 ആവർത്തിക്കുന്ന വചനഭാഗമേത്? ഉത്തരം: റൂബൻ ഭവനങ്ങളിൽ ആഴത്തിൽ ഹൃദയപരിശോധന നടന്നു. റൂബൻ ഭവനങ്ങളിൽ ആഴത്തിൽ ഹൃദയ പരിശോധന നടന്നു എന്ന വചനഭാഗം ന്യായാധിപന്മാർ 5:15 5:16 ആവർത്തിക്കുന്നു. ന്യായാധിപന്മാർ 5:17 ഗിലെയാദ് ജോർദാനപ്പുറം തങ്ങി, ദാൻ കപ്പലുകളോടൊപ്പം വസിച്ചതെന്തുകൊണ്ട്? ആഷേർ കടൽ തീരത്ത് നിശ്ചലനായിരുന്നു, തുറമുഖങ്ങളിൽ താമസമുറപ്പിച്ചു. ന്യായാധിപന്മാർ 5:17. ഗിലെയാദ് എവിടെ തങ്ങിയെന്നാണ് ന്യായാധിപന്മാർ 5:17 പറയുന്നത്? ഉത്തരം: ജോർദാനപ്പുറം. ഗിലെയാദ് ജോർദാനപ്പുറം തങ്ങി. ന്യായാധിപന്മാർ 5:17 പ്രകാരം കപ്പലുകളോടൊപ്പം വസിച്ചതാരാണ്? ഉത്തരം: ദാൻ. ദാൻ കപ്പലുകളോടൊപ്പം വസിച്ചു. ന്യായാധിപന്മാർ 5:17 ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഉത്തരം: ദാൻ കപ്പലുകളോടൊപ്പം വസിച്ചതെന്തുകൊണ്ട്? ചോദ്യം 95. ആരാണ് കടൽ തീരത്ത് നിശ്ചലനായി ഇരുന്നത്? ഉത്തരം: ആഷേർ. ആഷേർ കടൽ തീരത്ത് നിശ്ചലനായി ഇരുന്നു. തുറമുഖങ്ങളിൽ താമസമുറപ്പിച്ചതാരാണ്? ആഷേർ. ആഷേർ തുറമുഖങ്ങളിൽ താമസമുറപ്പിച്ചു. കടൽ തീരത്ത് നിശ്ചലനായി ഇരുന്നതും തുറമുഖങ്ങളിൽ താമസമുറപ്പിച്ചതും ആഷേറാണ്. കടൽ തീരത്ത് നിശ്ചലനായി ഇരുന്നു, തുറമുഖങ്ങളിൽ താമസമുറപ്പിച്ചു എന്ന് ന്യായാധിപന്മാർ 5:17 പറയുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം: ആഷേറിനെ കുറിച്ച്. ന്യായാധിപന്മാർ 5:17 പരാമർശിക്കപ്പെടുന്നവർ ആരൊക്കെയാണ്? ഉത്തരം: ഗിലെയാദ്, ദാൻ, ആഷേർ. ന്യായാധിപന്മാർ 5:17 ഗിലെയാദ്, ദാൻ, ആഷേർ എന്നിവരെ കുറിച്ച് പരാമർശിക്കുന്നു. ന്യായാധിപന്മാർ 5:17 പരാമർശിക്കപ്പെടുന്ന സ്ഥലം ഏതാണ്? ഉത്തരം: ജോർദാൻ. ചോദ്യം 100. ന്യായാധിപന്മാർ 5:17 പരാമർശിക്കപ്പെടുന്ന ആദ്യ വ്യക്തി ആരാണ്? ഉത്തരം: ഗിലെയാദ്. ന്യായാധിപന്മാർ 5:18 സ്വന്തം ജീവന് മരണത്തിനേൽപ്പിച്ച ജനമാണ് സെബുലൂൺ. യുദ്ധകളത്തിൽ നഫ്താലിയും മരണം വരിച്ചു. ന്യായാധിപന്മാർ 5:18. സ്വന്തം ജീവന് മരണത്തിനേൽപ്പിച്ച ജനം ആരാണ്? ഉത്തരം: സെബുലൂൺ. യുദ്ധക്കണത്തിൽ മരണം വരിച്ചതാര്? ഉത്തരം: നഫ്താലി. നഫ്താലി എവിടെയാണ് മരണം വരിച്ചത്? ഉത്തരം: യുദ്ധക്കളത്തിൽ. ന്യായാധിപന്മാർ 5:18 പരാമർശിക്കപ്പെടുന്ന ഗോത്രങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം: സെബുലൂൺ, നഫ്താലി. ന്യായാധിപന്മാർ 5:18 സെബുലൂൺ, നഫ്താലി എന്നീ രണ്ട് ഗോത്രങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നു. ന്യായാധിപന്മാർ 5:19 രാജാക്കന്മാർ വന്ന് യുദ്ധം ചെയ്തു. താനാക്കിൽ മെഗിദോത്ത് ജലാശയത്തിനരികെ കാനാൻ രാജാക്കന്മാർ പ്രത്യാക്രമണം നടത്തി. അവർക്ക് കൊള്ളയടിക്കാൻ വെള്ളി കിട്ടിയില്ല. ന്യായാധിപന്മാർ 5:19. ന്യായാധിപന്മാർ 5:19 ആര് വന്ന് യുദ്ധം ചെയ്തു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം: രാജാക്കന്മാർ. രാജാക്കന്മാർ വന്നു യുദ്ധം ചെയ്തു. കാനാൻ രാജാക്കന്മാർ എവിടെയാണ് പ്രത്യാക്രമണം നടത്തിയത്? ഉത്തരം: താനാക്കിൽ മെഗിദോത്ത് ജലാശയത്തിനരികെ. താനാക്കിൽ മെഗിദ്ദോ ജലാശയത്തിനരികെയാണ് കാനാൻ രാജാക്കന്മാർ പ്രത്യാക്രമണം നടത്തിയത്.
താനാക്കിൽ മെഗിദ്ദോ ജലാശയത്തിനരികെ പ്രത്യാക്രമണം നടത്തിയതാരാണ്? ഉത്തരം കാനാൻ രാജാക്കന്മാർ. അടുത്ത ചോദ്യം, മെഗിദ്ദോ ജലാശയം എവിടെയാണ്? ഉത്തരം താനാക്കിൽ. ചോദ്യം 109. ന്യായാധിപന്മാർ 5:19 ആർക്ക് കൊള്ളയടിക്കാൻ വെള്ളി കിട്ടിയില്ല എന്നാണ് പറയുന്നത്? ഉത്തരം താനാക്കിൽ മെഗിദ്ദോ ജലാശയത്തിനരികെ പ്രത്യാക്രമണം നടത്തിയ കാനാൻ രാജാക്കന്മാർക്ക്. താനാക്കിൽ മെഗിദ്ദോ ജലാശയത്തിനരികെ പ്രത്യാക്രമണം നടത്തിയ കാനാൻ രാജാക്കന്മാർക്ക് കൊള്ളയടിക്കാൻ വെള്ളി കിട്ടിയില്ല. ന്യായാധിപന്മാർ 5:20 ആകാശത്തിൽ നക്ഷത്രങ്ങൾ യുദ്ധം ചെയ്തു, സഞ്ചാരപഥങ്ങളിൽ നിന്നുകൊണ്ട് അവർ സിസേറയ്ക്കെതിരെ പൊരുതി. ചോദ്യം 110. ആകാശത്തിൽ ആര് യുദ്ധം ചെയ്തു എന്നാണ് ന്യായാധിപന്മാർ 5:20 പറയുന്നത്? ഉത്തരം നക്ഷത്രങ്ങൾ. ആകാശത്തിൽ നക്ഷത്രങ്ങൾ ആർക്കെതിരെയാണ് പൊരുതിയത്? ഉത്തരം സിസേറയ്ക്കെതിരെ. ആകാശത്തിൽ നക്ഷത്രങ്ങൾ സിസേറയ്ക്കെതിരെ എങ്ങനെയാണ് പൊരുതിയത്? ഉത്തരം സഞ്ചാരപഥങ്ങളിൽ നിന്നുകൊണ്ട്. ആകാശത്തിൽ നക്ഷത്രങ്ങൾ സഞ്ചാരപഥങ്ങളിൽ നിന്നുകൊണ്ട് സിസേറയ്ക്കെതിരെ പൊരുതി. ന്യായാധിപന്മാർ 5:20 പ്രകാരം സഞ്ചാരപഥങ്ങളിൽ നിന്നുകൊണ്ട് ആർക്കെതിരെയാണ് പൊരുതിയത്? ഉത്തരം ആകാശത്തിൽ നക്ഷത്രങ്ങൾ സിസേറയ്ക്കെതിരെ. ന്യായാധിപന്മാർ 5:21 കിഷോൻ പ്രവാഹം അവരെ ഒഴുക്കിക്കളഞ്ഞു, കുതിച്ചു മുന്നേറുന്ന കിഷോൻ പ്രവാഹം. എൻ്റെ ആത്മാവെ ശക്തിയോടെ മുന്നേറുക. ന്യായാധിപന്മാർ 5:21. ചോദ്യം 114. കിഷോൻ പ്രവാഹം അവരെ ഒഴുക്കിക്കളഞ്ഞു. ആരെയാണ് കിഷോൻ പ്രവാഹം ഒഴുക്കിക്കളഞ്ഞത്? ഉത്തരം കാനാൻ രാജാക്കന്മാരെയും സിസേറയെയും. കിഷോൻ പ്രവാഹം കാനാൻ രാജാക്കന്മാരെയും സിസേറയെയും ഒഴുക്കിക്കളഞ്ഞു. അവരെ, അതായത് കാനാൻ രാജാക്കന്മാരെയും സിസേറയെയും എന്താണ് ഒഴുക്കിക്കളഞ്ഞത്? ഉത്തരം കിഷോൻ പ്രവാഹം. ചോദ്യം 116. എങ്ങനെയുള്ള കിഷോൻ പ്രവാഹമാണ് അവരെ ഒഴുക്കിക്കളഞ്ഞത്? ഉത്തരം കുതിച്ചു മുന്നേറുന്ന കിഷോൻ പ്രവാഹം. കുതിച്ചു മുന്നേറുന്ന കിഷോൻ പ്രവാഹം. ആത്മാവിനോട് എങ്ങനെ മുന്നേറുക എന്നാണ് ന്യായാധിപന്മാർ 5:21 പറയുന്നത്? ഉത്തരം ശക്തിയോടെ. ആത്മാവിനോട് ശക്തിയോടെ മുന്നേറുക എന്നാണ് പറയുന്നത്. ന്യായാധിപന്മാർ 5:21 ആരോടാണ് ശക്തിയോടെ മുന്നേറുക എന്ന് പറയുന്നത്? ഉത്തരം ആത്മാവിനോട്. ന്യായാധിപന്മാർ 5:22 അപ്പോൾ കുതിരക്കുളമ്പുകൾ ഉറക്കെ പതിച്ചു, അവ കുതിച്ചു കുതിച്ചു പാഞ്ഞു. ചോദ്യം 119. ന്യായാധിപന്മാർ 5:22 എന്ത് ഉറക്കെ പതിച്ചു എന്നാണ് പറയുന്നത്? ഉത്തരം കുതിരക്കുളമ്പുകൾ. കുതിരക്കുളമ്പുകൾ ഉറക്കെ പതിച്ചു. ന്യായാധിപന്മാർ 5:22 അനുസരിച്ച് കുതിരക്കുളമ്പുകൾ എപ്രകാരമാണ് പതിച്ചത്? ഉത്തരം ഉറക്കെ പതിച്ചു. ന്യായാധിപന്മാർ 5:22 അവർ കുതിച്ചു കുതിച്ചു പാഞ്ഞു എന്ന് എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം കുതിരക്കുളമ്പുകളെ കുറിച്ച്. ന്യായാധിപന്മാർ 5:22 പ്രകാരം കുതിരക്കുളമ്പുകൾ എപ്രകാരമാണ് പാഞ്ഞത്? ഉത്തരം കുതിച്ചു കുതിച്ചു പാഞ്ഞു. കുതിരക്കുളമ്പുകൾ കുതിച്ചു കുതിച്ചു പാഞ്ഞു. മോറോസിനെ ശപിക്കുക. കർത്താവിന്റെ ദൂതൻ പറയുന്നു, അതിലെ നിവാസികളെ കഠിനമായി ശപിക്കുക. എന്തെന്നാൽ അവർ കർത്താവിന്റെ സഹായത്തിനു വന്നില്ല. ശക്തന്മാർക്കെതിരെ കർത്താവിനെ തുണയ്ക്കാൻ അവർ അണിനിരന്നില്ല. ന്യായാധിപന്മാർ 5:23. ആരെ ശപിക്കുക എന്നാണ് ന്യായാധിപന്മാർ 5:23 പറയുന്നത്? ഉത്തരം മെറോസിനെ. മെറോസിനെ ശപിക്കുക. ആരെ കഠിനമായി ശപിക്കുക എന്നാണ് കർത്താവിന്റെ ദൂതൻ പറയുന്നത്? ഉത്തരം മെറോസിലെ നിവാസികളെ. മെറോസിലെ നിവാസികളെ കഠിനമായി ശപിക്കുക എന്നാണ് കർത്താവിന്റെ ദൂതൻ പറയുന്നത്. ചോദ്യം 125. മെറോസിലെ നിവാസികളെ കഠിനമായി ശപിക്കുക എന്ന് ആരാണ് പറയുന്നത്? ഉത്തരം കർത്താവിന്റെ ദൂതൻ. എന്തുകൊണ്ടാണ് മെറോസിലെ നിവാസികളെ കഠിനമായി ശപിക്കുവാൻ കർത്താവിന്റെ ദൂതൻ പറയുന്നത്? ഉത്തരം എന്തെന്നാൽ അവർ കർത്താവിന്റെ സഹായത്തിന് വന്നില്ല.
ശക്തന്മാർക്കെതിരെ കർത്താവിനെ തുണയ്ക്കാൻ അവർ അണിനിരന്നില്ല. എന്തെന്നാൽ അവർ കർത്താവിന്റെ സഹായത്തിന് വന്നില്ല. ശക്തന്മാർക്കെതിരെ കർത്താവിനെ തുണയ്ക്കാൻ അവർ അണിനിരന്നില്ല. ന്യായാധിപന്മാർ 5:23 ആരാണ് കർത്താവിന്റെ സഹായത്തിന് വരാതിരുന്നത്? ഉത്തരം മെറോസിലെ നിവാസികൾ. മെറോസിലെ നിവാസികളാണ് കർത്താവിന്റെ സഹായത്തിന് വരാതിരുന്നത്. ശക്തന്മാർക്കെതിരെ കർത്താവിനെ തുണയ്ക്കാൻ അവർ അണിനിരന്നില്ല. ന്യായാധിപന്മാർ 5:23 ആരെക്കുറിച്ചാണ് ഇപ്രകാരം പറയുന്നത്? ഉത്തരം മെറോസിലെ നിവാസികളെ കുറിച്ച്. മെറോസിലെ നിവാസികളാണ് ശക്തന്മാർക്കെതിരെ കർത്താവിനെ തുണയ്ക്കാൻ അണിനിരക്കാതിരുന്നത്. ആർക്കെതിരെ ആരെ തുണയ്ക്കാൻ അവർ അണിനിരന്നില്ല എന്നാണ് ന്യായാധിപന്മാർ 5:23 മെറോസിലെ നിവാസികളെ കുറ്റപ്പെടുത്തുന്നത്? ഉത്തരം ശക്തന്മാർക്കെതിരെ കർത്താവിനെ തുണയ്ക്കാൻ. ശക്തന്മാർക്കെതിരെ കർത്താവിനെ തുണയ്ക്കാൻ മെറോസിലെ നിവാസികൾ അണിനിരന്നില്ല എന്നാണ് അവരെ കുറ്റപ്പെടുത്തുന്നത്. ന്യായാധിപന്മാർ 5:24 ആരായിരിക്കട്ടെ കൂടാര നിവാസികളിൽ ഏറ്റവും ധന്യ എന്നാണ് പറയുന്നത്? ഉത്തരം കേന്യനായ ഹേബറിന്റെ ഭാര്യ ജായേൽ. കേന്യനായ ഹേബറിന്റെ ഭാര്യ ജായേൽ ആയിരിക്കട്ടെ കൂടാര നിവാസികളിൽ ഏറ്റവും ധന്യ. ജായേൽ ആരുടെ ഭാര്യയായിരുന്നു? ഉത്തരം കേന്യനായ ഹേബറിന്റെ. ജായേൽ കേന്യനായ ഹേബറിന്റെ ഭാര്യയായിരുന്നു. അവൻ വെള്ളം ചോദിച്ചു, അവൾ പാൽ കൊടുത്തു. ന്യായാധിപന്മാർ 5:25 പരാമർശിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? ഉത്തരം കേന്യനായ ഹേബറിന്റെ ഭാര്യ ജായേലും യാബിന്റെ സേനാപതി സിസേറയും. കേന്യനായ ഹേബറിന്റെ ഭാര്യ ജായേലും യാബിന്റെ സേനാപതി സിസേറയുമാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്ന വ്യക്തികൾ. സിസേറ വെള്ളം ചോദിച്ചപ്പോൾ ജായേൽ അവന് എന്താണ് കൊടുത്തത്? ഉത്തരം പാൽ. സിസേറ വെള്ളം ചോദിച്ചപ്പോൾ ജായേൽ അവന് പാല് കൊടുത്തു. അവൻ വെള്ളം ചോദിച്ചു, അവൾ പാൽ കൊടുത്തു. അതിനുശേഷം ജായേൽ എന്ത് ചെയ്തു? ഉത്തരം രാജകീയ താലത്തിൽ കട്ടത്തൈര് കൊണ്ടുവന്നു. രാജകീയ താലത്തിൽ കട്ടത്തൈര് കൊണ്ടുവന്നു. രാജകീയ താലത്തിൽ കട്ടത്തൈര് കൊണ്ടുവന്നത് ആരാണ്? ആർക്ക് വേണ്ടിയാണ്? ഉത്തരം ജായേൽ സിസേറയ്ക്ക് വേണ്ടി. ന്യായാധിപന്മാർ 5:26 അവൾ കൂടാരത്തിന്റെ മരയാണി കയ്യിലെടുത്തു, വലത്ത് കൈയിൽ വേലക്കാരുടെ ചുറ്റികയും. അവൾ സിസേറയെ ആഞ്ഞടിച്ചു, അവന്റെ തല തകർത്തു. അവൾ അവന്റെ ചെന്നി കുത്തിത്തുളച്ചു. ന്യായാധിപന്മാർ 5:26. അടുത്ത ചോദ്യം, ന്യായാധിപന്മാർ 5:26 അനുസരിച്ച് മരയാണി കയ്യിലെടുത്തത് ആരാണ്? ഉത്തരം ജായേൽ. ജായേൽ വലത് കൈയിൽ എന്താണ് എടുത്തത്? ഉത്തരം വേലക്കാരുടെ ചുറ്റിക. ജായേൽ വലത് കൈയിൽ വേലക്കാരുടെ ചുറ്റികയാണ് എടുത്തത്. 138 വേലക്കാരുടെ ചുറ്റിക കയ്യിലെടുത്തതിന് ശേഷം ജായേൽ എന്ത് ചെയ്തു? ഉത്തരം അവൾ സിസേറയെ ആഞ്ഞടിച്ചു, അവന്റെ തല തകർത്തു, അവന്റെ ചെന്നി കുത്തിത്തുളച്ചു. അവൾ സിസേറയെ ആഞ്ഞടിച്ചു, അവന്റെ തല തകർത്തു, അവന്റെ ചെന്നി കുത്തിത്തുളച്ചു. ചോദ്യം 139 ന്യായാധിപന്മാർ 5:26 എഴുതിയിരിക്കുന്നത് പോലെ സിസേറയുടെ മരണം രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ്? ഉത്തരം ന്യായാധിപന്മാർ 4:21. ന്യായാധിപന്മാർ 4:21. ന്യായാധിപന്മാർ 5:27 അവൻ നിലംപതിച്ചു, അവളുടെ കാൽക്കൽ നിശ്ചലനായി കിടന്നു. അവളുടെ കാൽക്കൽ അവൻ വീണു, അവിടെ തന്നെ മരിച്ചു വീണു. ന്യായാധിപന്മാർ 5:27. ന്യായാധിപന്മാർ 5:27 അവൻ നിലംപതിച്ചു, അവളുടെ കാൽക്കൽ നിശ്ചലനായി കിടന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം സിസേറയെ കുറിച്ച്. അവളുടെ കാൽക്കൽ അവൻ മരിച്ചു വീണു. ന്യായാധിപന്മാർ 5:27 ആരെയെല്ലാം കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ജായേലിനെയും സിസേറയെയും കുറിച്ച്. സിസേറ ജായേലിന്റെ കാൽക്കൽ മരിച്ചു വീണു. അടുത്ത ചോദ്യം, അവളുടെ കാൽക്കൽ അവൻ വീണു, അവിടെ തന്നെ മരിച്ചു വീണു. ന്യായാധിപന്മാർ 5:27 ആരുടെ കാൽക്കൽ മരിച്ചു വീണതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ജായേലിന്റെ കാൽക്കൽ സിസേറ മരിച്ചു വീണതിനെ കുറിച്ച്. ജായേലിന്റെ കാൽക്കൽ സിസേറ മരിച്ചു വീണതിനെ കുറിച്ചാണ് ന്യായാധിപന്മാർ 5:27 പറഞ്ഞിരിക്കുന്നത്.
ന്യായാധിപന്മാർ 5:28. സിസേറയുടെ അമ്മ കിളിവാതിലിലൂടെ എത്തിനോക്കി ജാലകത്തിലൂടെ വിളിച്ചു പറഞ്ഞു, അവന്റെ രഥം വൈകുന്നത് എന്തുകൊണ്ട്, രഥകുതിരകളുടെ കുളമ്പടി വൈകുന്നത് എന്തുകൊണ്ട്. ന്യായാധിപന്മാർ 5:28. കിളിവാതിലിലൂടെ എത്തിനോക്കിയത് ആരാണ്? ഉത്തരം സിസേറയുടെ അമ്മ. സിസേറയുടെ അമ്മയാണ് കിളിവാതിലിലൂടെ എത്തിനോക്കിയത്. സിസേറയുടെ അമ്മ കിളിവാതിലിലൂടെ എത്തിനോക്കി ജാലകത്തിലൂടെ എന്താണ് വിളിച്ചു പറഞ്ഞത്? ഉത്തരം, അവന്റെ രഥം വൈകുന്നത് എന്തുകൊണ്ട്, രഥകുതിരകളുടെ കുളമ്പടി വൈകുന്നത് എന്തുകൊണ്ട്. അവന്റെ രഥം വൈകുന്നത് എന്തുകൊണ്ട്, രഥകുതിരകളുടെ കുളമ്പടി വൈകുന്നത് എന്തുകൊണ്ട് എന്നാണ് സിസേറയുടെ അമ്മ കിളിവാതിലിലൂടെ എത്തിനോക്കി വിളിച്ചു പറഞ്ഞത്. സിസേറയുടെ അമ്മ കിളിവാതിലിലൂടെ എത്തിനോക്കി ജാലകത്തിലൂടെ ആദ്യം എന്താണ് വിളിച്ചു പറഞ്ഞത്? ഉത്തരം, അവന്റെ രഥം വൈകുന്നത് എന്തുകൊണ്ട്. അവന്റെ രഥം വൈകുന്നത് എന്തുകൊണ്ട് എന്നാണ് സിസേറയുടെ അമ്മ കിളിവാതിലിലൂടെ എത്തിനോക്കി ജാലകത്തിലൂടെ ആദ്യം വിളിച്ചു പറഞ്ഞത്. ചോദ്യം 146. സിസേറയുടെ അമ്മ കിളിവാതിലിലൂടെ എത്തിനോക്കി ജാലകത്തിലൂടെ രണ്ടാമത് എന്താണ് വിളിച്ചു പറഞ്ഞത്? ഉത്തരം, രഥകുതിരകളുടെ കുളമ്പടി വൈകുന്നത് എന്തുകൊണ്ട്. രഥകുതിരകളുടെ കുളമ്പടി വൈകുന്നത് എന്തുകൊണ്ട്. ന്യായാധിപന്മാർ 5:29 ഉദ്ധരിക്കുക. അവളുടെ ജ്ഞാനവതികളായ സഖികൾ ഉത്തരം പറഞ്ഞു, അല്ല, അവൾ തന്നെത്താൻ പറഞ്ഞു. അവളുടെ ജ്ഞാനവതികളായ സഖികൾ ഉത്തരം പറഞ്ഞു, അല്ല, അവൾ തന്നെത്താൻ പറഞ്ഞു. ന്യായാധിപന്മാർ 5:29. ന്യായാധിപന്മാർ 5:29 ആര് ഉത്തരം പറഞ്ഞു എന്നാണ് കാണുന്നത്? ഉത്തരം, അവളുടെ ജ്ഞാനവതികളായ സഖികൾ ഉത്തരം പറഞ്ഞു, അല്ല, അവൾ തന്നെത്താൻ പറഞ്ഞു. ന്യായാധിപന്മാർ 5:29 പരാമർശിക്കുന്ന അവൾ ആരാണ്? ഉത്തരം, സിസേറയുടെ അമ്മ. ചോദ്യം 150. സിസേറയുടെ അമ്മ എങ്ങനെയാണ് ഉത്തരം പറഞ്ഞത്? ഉത്തരം, തന്നെത്താൻ. ന്യായാധിപന്മാർ 5:30 സിസേറയുടെ അമ്മ തന്നെത്താൻ പറഞ്ഞത് എന്തൊക്കെയാണ്? ഉത്തരം, അവൻ കൊള്ള തിട്ടപ്പെടുത്തുകയും പങ്കുവയ്ക്കുകയും അല്ലേ. ഓരോരുത്തരും ഒന്നോ രണ്ടോ കന്യകമാരെ വീതം. സിസേറയ്ക്ക് നിറപ്പകിട്ടാർന്ന് ചിത്രപ്പണി ചെയ്ത വസ്ത്രങ്ങൾ. എനിക്ക് തോളിലണിയാൻ നിറപ്പകിട്ടാർന്ന് ചിത്രപ്പണി ചെയ്ത 2 വസ്ത്രങ്ങൾ. ന്യായാധിപന്മാർ 5:30. ഉത്തരം ഒരിക്കൽ കൂടി. അവൻ കൊള്ള തിട്ടപ്പെടുത്തുകയും പങ്കുവയ്ക്കുകയും അല്ലേ. ഓരോരുത്തനും ഒന്നോ രണ്ടോ കന്യകമാരെ വീതം. സിസേറയ്ക്ക് നിറപ്പകിട്ടാർന്ന് ചിത്രപ്പണി ചെയ്ത വസ്ത്രങ്ങൾ. എനിക്ക് തോളിലണിയാൻ നിറപ്പകിട്ടാർന്ന് ചിത്രപ്പണി ചെയ്ത 2 വസ്ത്രങ്ങൾ. അവൻ എന്തൊക്കെ ചെയ്യുകയല്ലേ എന്നാണ് സിസേറയുടെ അമ്മ ചോദിച്ചത്. ഉത്തരം, അവൻ കൊള്ള തിട്ടപ്പെടുത്തുകയും പങ്കുവയ്ക്കുകയും അല്ലേ. അവൻ കൊള്ള തിട്ടപ്പെടുത്തുകയും പങ്കുവയ്ക്കുകയും അല്ലേ. ആരാണ് അവൻ കൊള്ള തിട്ടപ്പെടുത്തുകയും പങ്കുവയ്ക്കുകയും അല്ലേ എന്ന് ചോദിച്ചത്? ഉത്തരം, സിസേറയുടെ അമ്മ. ആര് കൊള്ള തിട്ടപ്പെടുത്തുകയല്ലേ എന്നാണ് സിസേറയുടെ അമ്മ ചോദിച്ചത്? ഉത്തരം, സിസേറ. ഓരോരുത്തർക്കും എത്ര കന്യകമാരെ വീതം എന്നാണ് സിസേറയുടെ അമ്മ പറഞ്ഞത്? ഉത്തരം, 2 കന്യകമാരെ വീതം. ചിത്രപ്പണി ചെയ്ത വസ്ത്രങ്ങൾ ആർക്കാണ്? ഉത്തരം, സിസേറയ്ക്ക്. ചിത്രപ്പണി ചെയ്ത വസ്ത്രങ്ങൾ സിസേറയ്ക്കാണ്. തനിക്ക് എന്ത് വേണമെന്നാണ് സിസേറയുടെ അമ്മ പറഞ്ഞത്? ഉത്തരം, തനിക്ക് തോളിലണിയാൻ നിറപ്പകിട്ടാർന്ന് ചിത്രപ്പണി ചെയ്ത 2 വസ്ത്രങ്ങൾ. തനിക്ക് തോളിലണിയാൻ നിറപ്പകിട്ടാർന്ന് ചിത്രപ്പണി ചെയ്ത 2 വസ്ത്രങ്ങൾ. തോളിലണിയാൻ നിറപ്പകിട്ടാർന്ന് ചിത്രപ്പണി ചെയ്ത 2 വസ്ത്രങ്ങൾ ആർക്കാണ് വേണ്ടത്? ഉത്തരം, സിസേറയുടെ അമ്മയ്ക്ക്. ന്യായാധിപന്മാർ 5:31. കർത്താവേ, നിന്റെ ശത്രുക്കൾ അങ്ങനെ നശിക്കുന്നു, എന്നാൽ നിന്റെ സ്നേഹിതർ ശക്തിയുള്ള ഉദയസൂര്യനെ പോലെയാകട്ടെ. തുടർന്ന് 40 വർഷം രാജ്യത്ത് ശാന്തി നിലനിന്നു. ന്യായാധിപന്മാർ 5:31. കർത്താവേ, ആരങ്ങനെ നശിക്കുന്നു എന്നാണ് പറഞ്ഞത്? ഉത്തരം, നിന്റെ ശത്രുക്കൾ. ആരുടെ ശത്രുക്കൾ അങ്ങനെ നശിക്കുന്നു എന്നാണ് പറഞ്ഞത്? ഉത്തരം, കർത്താവിന്റെ ശത്രുക്കൾ. എന്നാൽ നിന്റെ സ്നേഹിതർ, അതായത് കർത്താവിന്റെ സ്നേഹിതർ എങ്ങനെയാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്? ഉത്തരം, ശക്തിയുള്ള ഉദയസൂര്യനെ പോലെയാകട്ടെ. കർത്താവിന്റെ സ്നേഹിതർ ശക്തിയുള്ള ഉദയസൂര്യനെ പോലെയാകട്ടെ.
ആരാണ് ശക്തിയുള്ള ഉദയസൂര്യനെ പോലെയാകേണ്ടത്? ഉത്തരം കർത്താവിന്റെ സ്നേഹിതർ. തുടർന്ന് എത്ര വർഷം രാജ്യത്ത് ശാന്തി നിലനിന്നു? ഉത്തരം 40 വർഷം. 40 വർഷം രാജ്യത്ത് ശാന്തി നിലനിന്നു. അധ്യായവും വാക്യവും പറയുക. അങ്ങനെ 40 വർഷം രാജ്യത്ത് ശാന്തി നിലനിന്നു. ഉത്തരം ന്യായാധിപന്മാർ 5:31. 165 ആരുടെ ന്യായപാലന കാലത്താണ് രാജ്യത്ത് 40 വർഷം ശാന്തി നിലനിന്നത്? ഉത്തരം ദബോറായുടെയും ബാറക്കിന്റെയും ന്യായപാലന കാലത്ത്. ദബോറയുടെയും ബാറക്കിന്റെയും ന്യായപാലന കാലത്താണ് രാജ്യത്ത് 40 വർഷം ശാന്തി നിലനിന്നത്. യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ന്യായാധിപന്മാരുടെ ഗ്രന്ഥം 5-ാം അധ്യായത്തിൽ നിന്നുമുള്ള ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. 165 ചോദ്യോത്തരങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും നന്ദി.